ലിവിങ് ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു TV യൂണിറ്റ് വിത്ത് പാർട്ടീഷനാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വുഡൻ ആൻഡ് മാർബിൾ ഫിനിഷിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് താഴെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസും കാണാൻ പറ്റും. ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കിന് ഇവിടെ ഒരു 7 സീറ്റർ ഡൈനിങ് ടേബിളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ബേ വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രീൻ കളർ കുഷ്യനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ പറ്റും. സ്റ്റെയർ കേസ് കാണാം. സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു സ്റ്റെയർ യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയയിൽ നമുക്കൊരു മിററും അതിൻ്റെ അടിയിലായിട്ട് ഒരു LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ക്രോക്കറി യൂണിറ്റിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു ഗ്ലാസ് സ്ലൈഡാണ് കൊടുത്തിരിക്കുന്നത്. ഉള്ളിലൊരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതായിട്ട് നമുക്കൊരു സ്റ്റോറേജ് ഏരിയയും കാണാൻ പറ്റും. കിച്ചൺ ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വർക്ക് കിച്ചണായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്കൊരു ടോപ്പ് യൂണിറ്റും ബോട്ടം യൂണിറ്റും ലോഫ്റ്റ് ഏരിയയും കാണാൻ പറ്റും. ലോഫ്റ്റ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടോപ്പ് യൂണിറ്റിലേക്ക് വരുമ്പോൾ G പ്രൊഫൈൽ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്കൊരു GTPT കാണാൻ സാധിക്കും. ഒരു ഡിറ്റർജൻറ്റ് ഹോൾഡറും ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു പ്ലെയിൻ ബാസ്ക്കറ്റ് കാണാൻ സാധിക്കും. ആൻഡ് ഇവിടോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു പ്രോ ലിഫ്റ്റ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടി ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് നമുക്കിവിടെ ഒരു പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇവിടുന്ന് നമ്മൾ പോകുന്നത് മെയിൻ കിച്ചണിലേക്കാണ്. ഇവിടെ ഒരു റോളിംഗ് ഷട്ടറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു സ്ലൈഡിംഗ് പാനലുണ്ട്.